കൃഷ്ണയും കൺമണിയും തമ്മിലടുപ്പിച്ച് പിരിക്കുന്നതിനുള്ള മാർഗ പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ആന്റിയമ്മയും മാനസിയും. നല്ലൊരു എപ്പിസോഡാണ്. ആ എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണിയുടെ 3 അമ്മായിമാര് കൃഷി തങ്ങളോട് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തുറന്ന സുലോചന പിന്നെ ബാക്കി 2 പേരോടും മാമേച്ചി ശാന്തേച്ചി നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞെന്ന് ചോദിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കൺമണി ഇത്രയും നാള് സപ്പോർട്ട് ചെയ്യാഞ്ഞത്? നമ്മൾ എന്തുകൊണ്ട് ഇത്രയും നാള് കൺമണിക്കൊപ്പം നിന്നില്ല? എന്തുകൊണ്ട് ആ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞെന്നൊക്കെ ചോദിച്ച് 3 പേര് ഇങ്ങനെ കൺമണിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷ കൺമണിയുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടിന്റെ പുറത്തെത്തിയ ശേഷം കാറിൽ നിന്ന് ഇറങ്ങി കൃഷ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മഹിയെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ മഹിയോട് എനിക്ക് കൺമണിയെ കല്യാണം കഴിക്കണമടാ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹി ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ നീ പോയിട്ട് കൺമണിയെ കല്യാണം കഴിച്ചോളാൻ പറയുകയാണ്. അല്ല, ഇത് പറയാനാണോ നീ അതിരാവിലെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് ചോദിക്കുകയാണ് മഹി. തുടർന്ന് കൃഷി പിന്നെ മഹിയോട് ഞാൻ ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹി അത് ശരി, അപ്പോൾ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃഷ ഞങ്ങൾ കറങ്ങി അടിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ആദ്യം കൺമണിയുടെ വീട്ടിൽ പോയി, അവിടെ പോയിട്ട് കൺമണി കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ഒരു തട്ടുകടയിൽ പോയി, അതിനുശേഷം വീണ്ടും കൺമണിയുടെ വീട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, കൺമണി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് കൺമണിയെ കല്യാണം കഴിക്കണം മഹി എന്ന് വീണ്ടും പറയുകയാണ്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണനോട് നീ ഇത് എന്നോടല്ല പറയേണ്ടത്, നീ ഇത് നിന്റെ വീട്ടിൽ പോയി പറയാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അതെ, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലെ എന്റെ അച്ഛനോടും അമ്മയോടും ചൂടോടുകൂടി ഇതിപ്പോൾ തന്നെ പറയാൻ പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹി ഒന്ന് പേടിക്കുകയാണ്. ശരി ശരി, നല്ല കാര്യം, നീ വേഗം പോയി നിന്റെ വീട്ടിൽ പോയി പറ, നിനക്കുള്ള റീത്തുമായിട്ട് ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് കൃഷ്ണ അച്ഛനോടും അമ്മയോടും കൺമണിയെ കുറിച്ചുള്ള കാര്യം പറയുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണനെ ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് മാനസ ഇറങ്ങി വരികയാണ്. എന്നാൽ മാനസിയെ അവിടെ കണ്ട് കൃഷ്ണ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് മാനസ ഓടി വന്ന് പാണ്ടി ലോറി തവളയുടെ മേത്ത് പാഞ്ഞു കയറുന്ന പോലെ മാനസ ഓടി ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കൃഷ്ണന്റെ കവിളിൽ ഉമ്മ വയ്ക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ സുജാതിയും സർപ്രൈസ് എന്ന് കൈയടിച്ചുകൊണ്ട് സാഗർ സുജാതിയും കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവരുടെ പുറകെ തന്നെ മാനസിയുടെ അച്ഛനും അമ്മയും കൈയടിച്ചുകൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും വരികയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ ഒരു കേക്കുമായിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മയും വരികയാണ്. എന്നാൽ ആന്റിയമ്മ കേക്കുമായിട്ട് വരുന്നത് കണ്ട് കൃഷ്ണ അപ്പോഴും കാര്യം മനസ്സിലാകുന്നില്ല. എന്തിനാണ് ആന്റിയമ്മ കേക്കും കൊണ്ടുവരുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ, എല്ലാവരും എന്തിനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്? കൃഷ്ണ ആകെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് എടാ മോനെ, നിനക്ക് ഇതുവരെയായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല അല്ലെ, ഇന്ന് മാനസയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ സോറി ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണ മാനസിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. തുടർന്ന് കൃഷ്ണ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെ മാനസിയോട് അല്ല നിന്റെ ബർത്ത്ഡേ അതിന് ഇന്നാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് തപ്പി തടയുകയാണ്. മാനസിയുടെ ബർത്ത്ഡേ ഒന്നും അല്ല, ഇത് വെറും ഉടായിപ്പാണ്. തുടർന്ന് മാനസ അതേ കൃഷി മറന്നതാണ്, ഇന്ന് എന്റെ